സ്നേഹമുള്ള UK-യിലെ ജ്ഞാനായ കത്തോലിക്ക സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. UK-യിലെ ജ്ഞാനായ കത്തോലിക്ക ദൈവജനത്തെ ദൈവം സ്നേഹിക്കുന്ന ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുക. ലിവർപൂൾ അതിരൂപതയിലെ ലിതർലൻഡിൽ സെൻറ്റ് എലിസബത്ത് പള്ളിയും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു പാരീഷ് ഹാളും ദീർഘകാലത്തേക്ക് സൗജന്യമായി ഉപയോഗിക്കുവാൻ അതിരൂപത നമുക്ക് നൽകിയെന്ന സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ആ ദേവാലയത്തിൽ തന്നെയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യാം. 450 പരം ആൾക്കാർ കൊള്ളുന്ന മനോഹരമായ ഈ ദേവാലയവും 300 പരം ആൾക്കാർ കൊള്ളുന്ന ഹാളും കാറ്റഗിസത്തിനുള്ള മറ്റ് സൗകര്യങ്ങളും സൗജന്യമായി തന്ന ലിവർപൂൾ അതിരൂപതാധ്യക്ഷനായ അഭിവന്യ മാൽക്കം മെത്രാപ്പോലീത്തായ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം ഇതിനു വേണ്ടുന്ന അനുവാദം തന്ന ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷനായ മാർ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിനും കൂരിയ മെമ്പേഴ്സിനും, അതോടൊപ്പം തന്നെ എല്ലാവിധ പ്രോത്സാഹനവും എല്ലാവിധ പ്രചോദനവുമായി നിന്ന കോട്ടയം അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലിത്തായോടും മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനോടും മാർ അപ്രേം പിതാവിനോടും ഈ ജ്ഞാനായ മിഷനിലെ എല്ലാ വൈദികരോടും മറ്റ് എല്ലാ വൈദികരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ഇതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച് ഇതിനുവേണ്ടി ഓടി നടന്ന് പരിശ്രമിച്ച പെർമനൻ്റ് ഡീക്കനായ ഡീക്കൻ അനിൽ ലൂക്കോസിനെയും, അതുപോലെ തന്നെ സെൻറ്റ് പയസ് 10th ജ്ഞാനായ കത്തോലിക്ക മിഷനിലെ കൈക്കാരന്മാരായ ഫിലിപ്പിയേട്ടനെയും ജോയിയെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം സെൻറ്റ് പയസ് 10th എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ സന്തോഷം അറിയിക്കുന്നു. അവരെ എൻ്റെ പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ ജ്ഞാനായ മിഷനുകളുടെ പൊതുവായിട്ടുള്ള വളർച്ചയിൽ ദൈവം തന്ന ഈ ഒരു വലിയ അനുഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള ഈ ദേവാലയവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ കൂടുതൽ വളർത്തുന്നതിൻ്റെ നേർത്തെളിവാണ് ഈ ദേവാലയവും അതിൻ്റെ സൗകര്യങ്ങളുമെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചത് തന്നെ. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ചെറിയ റെനോവേഷൻ വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുനഃപ്രതിഷ്ഠയും വെഞ്ചിരിപ്പുമൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിന് 1000 നന്ദി.